ഫ്രണ്ട്സ്, എന്നെ ഇവിടെ പരിചയപ്പെടുത്തി പേര് സുരേഷ്, താമസം പെരുമ്പാവൂര് കൂവപ്പടി പ്രദേശത്താണ്. ഞാനൊരു കോമൺ ഫാമിലി മെമ്പറാണ്, ഒരു സാധാരണക്കാരൻ. ഇന്ന് നമ്മൾ നാട്ടുകാരെല്ലാവരും ചേർന്ന് ഈ ഫംഗ്ഷൻ ഇവിടെ വെച്ചതിന്റെ പ്രാധാന്യവും അതുതന്നെയാണ്. ഒരു സാധാരണക്കാരൻ കോടീശ്വരനാവുന്നു. പക്ഷെ മാത്യു ജോസഫ് ഒരു പ്രൊഡക്റ്റ് വാങ്ങി അതുവഴി ലഭിച്ച ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ 5 വർഷക്കാലം പ്രവർത്തിച്ചപ്പോ ആ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പിൽ നിന്ന് 2 കോടിക്ക് മേലെ സമ്പാദിച്ചു കഴിഞ്ഞു. ഈ പ്രോഗ്രാമിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഇന്ന് ഹാളിലിരിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളും സാധാരണക്കാരാണ്. ഇത് നമ്മുടെ വഴിയാണ്. നമുക്ക് ജീവിതത്തിൽ കോടീശ്വരനായി സമ്പന്നതയുടെ പർദീസം ഒന്ന് എൻജോയ് ചെയ്യാൻ സാധ്യമാക്കുന്ന ഏറ്റവും എളുപ്പമാർന്നിട്ടുള്ള ഈ രാജ്യത്ത് ജനകീയമായിട്ട് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി, ഒരു മഹാ അവസരമാണ് നിങ്ങൾ കേട്ട് കഴിഞ്ഞത്. തുടങ്ങാൻ എന്ത് എളുപ്പം. സാധനങ്ങൾ വാങ്ങുന്ന ശീലമുള്ള നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ട് ആരംഭിക്കാം. ആർക്കത് പറ്റാത്തത്? എനിക്ക് പറ്റി. ഞാൻ കടന്നു വന്നപ്പോൾ അന്ന് കമ്പനിയിൽ ഉണ്ടായിരുന്ന ഒരു ടൂർ പാക്കേജ് എന്ന് പറയുന്ന ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് അല്ലായിരുന്നു എനിക്ക് ആവശ്യം. ജോലി ചെയ്താൽ, പണിയെടുത്താൽ, ബിസിനസ് ചെയ്താൽ, വ്യവസായം നടത്തിയാൽ ലക്ഷക്കണക്കിന് രൂപ തരാമെന്ന് പറയുന്ന ആ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ്, അതായിരുന്നു എനിക്ക് ആവശ്യം. എന്ന മാതിരി ഹാളിലിരിക്കുന്ന നിങ്ങൾ പല ഉൽപ്പന്നങ്ങളും പരിചയപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് ഈ വലിയ കമ്പനിയുടെ സ്വന്തം പേരിലുള്ള ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ്. അതിനായിരിക്കണം നമ്മൾ ആഗ്രഹിക്കേണ്ടത്. കാരണം ആ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പിലൂടെയാണ് നമ്മൾ സമ്പന്നനാകുന്നത്. അപ്പൊ ഏതൊരു സാധാരണക്കാരനും ഈ ബിസിനസ്സിലൂടെ വിജയിക്കാം എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം. ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളച്ചത് തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഈ രാജ്യത്ത് സജീവമായതോടുകൂടിയാണ്. നാറമ്പി എന്ന് പറയുന്ന ഈ കമ്പനിയിലൂടെ കോടിക്കണക്കിന് രൂപ നേടിക്കഴിഞ്ഞ ധാരാളം സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലും അന്യനാട്ടിലുമുണ്ട്. ജീവിതത്തിലെ നിരവധി പ്രശ്നങ്ങൾ പരിഹരിച്ച ആയിരക്കണക്കിന്, 10,000-കണക്കിന് സുഹൃത്തുക്കളാണ് ഈ സമൂഹത്തിൽ കഴിയുന്നത്. സ്വന്തമായിട്ടൊരു വീടില്ലാത്ത സഹോദരങ്ങൾ എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് 40 ലക്ഷം അതിന് മേലെ വരുന്ന തുകയ്ക്കുള്ള വീടുകളൊക്കെ പണിയുന്ന തിരക്കിലാണ്. പിന്നെ 50 ലക്ഷം രൂപ വില വരുന്ന വീട്ടിലാണ് താമസിക്കുന്നത്. 1 കോടി രൂപ ചെലവ് വരുന്ന വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത്. കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടി വീട്ടിലും നാട്ടിലും നടക്കാൻ വയ്യാതിരുന്ന എത്രയോ സഹോദരങ്ങളാണ് ഇന്ന് അതെല്ലാം വീട്ടി സ്വസ്ഥമായിട്ട്, സ്വൈര്യമായിട്ട്, സമാധാനമായിട്ട് അവനവന്റെ കുടുംബത്തോടൊപ്പം സുഖമായിട്ട് ജീവിക്കുന്നത്. ജീവിതത്തിൽ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന പല ആളുകൾക്കും അത് യാഥാർത്ഥ്യമായത് തന്നെ ഈ RMB ബിസിനസ്സിലൂടെയാണെന്നുള്ള സത്യം നമ്മൾ വിസ്മരിക്കുന്നില്ല. 10 ലക്ഷോ 20 ലക്ഷോ 50 ലക്ഷോ 1 കോടി രൂപയൊക്കെ വില വരുന്ന വലിയ കാറുകൾ, ഒരു 4 വീലർ സ്വപ്നം കാണാത്ത ആരും തന്നെ ഹാളിലില്ല. പക്ഷേ ആ മുന്തിയ ഇനം വാഹനങ്ങളൊക്കെ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത് കിട്ടിയത് ഈ RMB ബിസിനസ്സിൽ വന്നു കഴിഞ്ഞതിന് ശേഷമാണ്. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം പലരും നടത്തി കഴിഞ്ഞു. പലരും ഈ RMBയിലൂടെ വരുന്ന വരുമാനം ഉപയോഗിച്ചാണ് കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മക്കളെയൊക്കെ നല്ല രീതിയിൽ വിവാഹം കഴിച്ചഴിക്കാൻ ഇന്ന് പല കുടുംബത്തിലെ കാരണന്മാർക്കും ഈ RMB ബിസിനസ് കൊണ്ട് കഴിഞ്ഞു. ഇന്ന് പല സുഹൃത്തുക്കളും അവരുടെ ഭാവി പരിപാടികളെല്ലാം തന്നെ ഈ ബിസിനസ്സിൽ വന്നൊരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുത്ത് പ്ലാൻ ചെയ്തു തുടങ്ങി. പറയുകയാണെങ്കിൽ ഇത് ടാറ്റയുടെയോ ബിർളയുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള റിലയൻസ് കമ്പനിയുടെ ഒന്നും ബിസിനസ് അല്ല. ഇതൊരു ജനകീയമായ ഓപ്പർച്യൂണിറ്റിയാണ്. ജനങ്ങളുടെയാണ്, നമ്മളുടെ ഓരോരുത്തരുടെയാണ്. നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും കുഞ്ഞുങ്ങളുടെ ഭാവിക്കും നമ്മുടെ ജീവിത സുഖ സൗകര്യങ്ങൾക്കും ഈ അവസരം പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൂ. ഇനി വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ 4 വർഷം പിന്നിട്ട് കഴിഞ്ഞ സുഹൃത്താണ് ഞാൻ. ഈ ബിസിനസ് കടന്നു വന്നപ്പോൾ ഈ പ്ലാൻ അനുസരിച്ച് എല്ലാം കിട്ടുമെന്ന് തന്നെയാണ് എന്റെ അപ്ലൈൻ മിസ്റ്റർ മാത്യു ജോസഫ്, മധുസൂദനൻ നായർ ആൻഡ് ഹരീഷ് കെ ബാസി, ഈ 3 സുഹൃത്തുക്കൾ എന്റെ അടുത്തിരുന്ന് പറഞ്ഞത്. അശോക് സാറ് സൂചിപ്പിച്ചതുപോലെ 1000 രൂപ, 2000 രൂപ, 5000 രൂപ വരെയാണ് എന്റെ മനസ്സും ഓടി നീങ്ങിയുള്ളൂ. ആഴ്ചയിൽ 5000 രൂപയ്ക്ക് മേലെ കിട്ടുമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ കിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ ധാരണ അന്ന്. പക്ഷേ
ഈ ബിസിനസ് ഇത്രയും കാലം പ്രവർത്തിച്ചപ്പോ ഈ ബിസിനസ് കിട്ടുന്ന മുഴുവൻ സൗഭാഗ്യവും എൻജോയ് ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് ഈ സമയത്തിനുള്ളിൽ കിട്ടി. ആഴ്ചയിൽ 1000 രൂപ കിട്ടി, ആഴ്ചയിൽ 1,30,000 രൂപ കിട്ടി. വിദേശ ട്രിപ്പിന് പോകാം എന്ന് പറഞ്ഞ് എന്നെ ഈ ബിസിൽ കൊണ്ടുവന്ന ആളുകളാണ് മാത്യു ജോസഫ്. കഴിഞ്ഞ ഏപ്രിൽ 24-ാം തീയതി ഈ കമ്പനിയുടെ വകയായിട്ട് ഒരു ട്രിപ്പ് ക്വാളിഫൈ ചെയ്തു. അങ്ങനെ മലേഷ്യക്ക് പോയി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തറപ്പിച്ച് പറയുന്നു, ഈ ബിസിനസ്സിലൂടെ നമുക്ക് ആർക്കും വിദേശ ട്രിപ്പ് എൻജോയ് ചെയ്യാം. അതുപോലെ തന്നെ ഇവരെന്നോട് പറഞ്ഞു, സുരേഷേ ഇന്നത്തൊക്കെ വന്നു കഴിഞ്ഞാൽ സുരേഷിനൊക്കെ വലിയ വലിയ കാറുകളൊക്കെ വാങ്ങാം എന്ന് പറഞ്ഞു. അത് സത്യമാണെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയും. കാരണം ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന വണ്ടി ഒരു പുതിയ ലാൻസർ കാറാണ്. അതുപോലെ ഈ ബിസിനസ് കടന്നു വരുന്ന സാഹചര്യത്തിൽ ഞാൻ അല്പം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയം തന്നെയാണ്. ഞാൻ ആക്ച്വലി ഒരു ബിസിനസ്സുകാരൻ തന്നെയാണ്. 96, 97, 98, 99 കാലഘട്ടത്തെക്കുറിച്ച് ഓർമ്മയുള്ള സുഹൃത്തുക്കൾക്കറിയാം. സാമ്പത്തിക രംഗത്ത് പ്രവർത്തിച്ച അവരൊക്കെ തന്നെ താഴെ പോയിട്ടുണ്ട്. ഞാനും ബിസിനസ്സുകാരനായതുകൊണ്ട് ഈ കാലയളവിൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം പോയി. ജീവിതത്തിൽ തന്നെ പൈസയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടി. ആ നിൽക്കുന്ന ഘട്ടത്തിലാണ് RMB ബിസിനസ് ഇന്ന് കടന്നു വരുന്നത്. പക്ഷേ ഈ കടക്കുന്നതിന് മുൻപുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിരവധി തൊഴിലുകൾ ചെയ്തു നോക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. കുറച്ചു കാലം സ്വന്തമായിട്ടൊരു പാരലൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, കുറച്ചു കാലം മറ്റു ചില ബിസിനസ്സുകൾ, കുറച്ചു കാലം പ്രൊഡക്ഷൻ ഫീൽഡ്, ഇൻഡസ്ട്രിയലായിട്ടുള്ള ടൈനി ബിസിനസ് സംരംഭങ്ങൾ, ഇങ്ങനെ 10ഓളം തൊഴിലുകൾ മാറി മാറി പരീക്ഷിച്ചതിന് ശേഷം അവസാനം എന്ന നിലയിലാണ് RMB ബിസിനസ്സിലേക്ക് കടന്നു വന്നത്. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് സൂചിപ്പിച്ചത്. RMB ബിസിനസ്സിൽ വന്നതിന് ശേഷം മറ്റൊരു തൊഴിലിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം ഇന്ന് ഒരു സാധാരണക്കാരന്റെ ആഗ്രഹത്തിന് അനുസരിച്ചുള്ള എല്ലാ ജീവിത ചുറ്റുപാടുകളും ഈ സമയത്തിനുള്ളിലും ഒരുക്കാൻ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ ഒരു ഭദ്രത നേടാൻ ഈ RMB ബിസിനസ് എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്റെ കൂടെയുള്ള പലരെയും സഹായിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇത് നിങ്ങളുടെയും ബിസിനസ്സാണ്. പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, പ്രത്യേകിച്ച് ഒരു ലയബിലിറ്റി ഏറ്റെടുക്കാതെ, പ്രത്യേകിച്ച് ഒരു റിസ്ക് എടുക്കാതെ, പ്രത്യേകിച്ച് ഒരു ലോസ് വരാതെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന നിങ്ങളുടെ വീട്ടുകാരോടും സഹോദരങ്ങളോടും കൂട്ടുകാരോടും നാട്ടുകാരോടും ഒപ്പം നിന്ന് ഈ രാജ്യത്തിനകത്തും പുറത്തും നിന്ന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ്, ജീവിതത്തിൽ കിട്ടുന്നതാണ്. ഇതൊരു കാരണവശാലും നിങ്ങൾ മിസ്സാക്കരുത്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് RMB.